ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ ജോയ് ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇതിൻ്റെ ഇന്നത്തെ വ്ളോഗാണ് ഗെയ്സ്. അപ്പോൾ വെറുതൊന്ന് സ്ഥലമൊന്ന് ചുറ്റി നടക്കുന്നത് കാണിച്ച് തരാമെന്ന് വിചാരിച്ച്. എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഗെയ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. തിറ്റിശ്ശേരിക്കുള്ള വഴി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അത് തിറ്റിശ്ശേരിക്ക് ഞാൻ മുടി വെട്ടാനായിട്ട് ഒരു ശരത്തേട്ടുണ്ട്. ആളുടെ വീടിൻ്റെ ഭിത്തിയോട് ചേർന്നിട്ടാണ് മുടി വെട്ടുകട നടത്തുന്നത്. അപ്പോൾ അവിടേക്ക് പോയില്ല. രാജേട്ടൻ ഇല്ല. രാജേട്ടൻ ഇന്ന് മുടക്കാണ്. രാജേട്ടൻ അവിടെ ഇല്ല. ചില മുടിവെട്ട് കട ഇന്ന് മുടക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ശരത്തിൻ്റെ വീട്ടിലെ ശരത്ത് ഇങ്ങനെ മുടി വെട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ശരത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയല്ലേ, ഞാൻ വെട്ടുന്നില്ല. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ വെട്ടുന്നില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ നാളെ തൊട്ടാണ് മുടി വെട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് വെട്ടുന്നില്ല. ഇന്ന് എല്ലാ ഷോപ്പിലും മുടി വെട്ടുകളെയും ഈ ചൊവ്വാഴ്ച ദിവസങ്ങളൊക്കെ വെട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇന്ന് വെട്ടുന്നില്ലെന്ന് പറഞ്ഞു. ദുബായിലും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം ഉണ്ട് മുടി വെട്ട്. ഹായ്, എൻ്റെ ചേട്ടനാണ്, പള്ളിത്തെ കപ്പിയാരി. എൻ്റെ സ്വന്തം ചേട്ടനെ പറ്റിയോ മുടി വെട്ടാൻ പോയതാ. അപ്പോൾ നടക്കില്ല. അന്വേഷിക്കാണ് സ്ഥലം. നടക്കില്ല. ഇനി ദുബായിലുണ്ടോയെന്ന് നോക്കണം. ഈ ദിവസം പ്രത്യേകിച്ച് ഉണ്ടാവില്ല. ഞാൻ തിറ്റിശ്ശേരിക്ക് പോകുന്ന റൂട്ട് ഇതാണ് തിറ്റിശ്ശേരിക്ക് പോകുന്ന റൂട്ട്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. പറഞ്ഞതിന് മുടി വെട്ട് ഒരു സ്ഥലത്തും തുറന്നിട്ടില്ല. അപ്പം എന്താ ചെയ്യാൻ, മുടി വെട്ടണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാനുള്ളതാണ്. മുടി വെട്ട് ഇപ്പം ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നെ വിചാരിച്ച്. പിള്ളേർക്ക് അറിയില്ല. ഇതാണ് തിറ്റിശ്ശേരിക്ക് പോകുന്ന റൂട്ട്. എനിക്ക് തിറ്റിശ്ശേരി എവിടെയെന്ന് അറിയാം.
ശരിക്കും പോകുന്ന റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവാണ്. തിറ്റിശ്ശേരി ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് തിറ്റിശ്ശേരിക്ക് പോകേണ്ടത്. ഇത് തിറ്റിശ്ശേരിക്ക് പോകുന്ന റൂട്ട് വഴിയാണ്. അപ്പം ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട് കിണറിൻ്റെ അവിടെയാണ്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ തിറ്റിശ്ശേരിയിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ലേ. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായ ചെടികൾ നിൽക്കുന്നു. മനോഹരമായ വരി. എത്ര മനോഹരമായ പറമ്പാണ് ഇത്, അറിയോ? എത്ര മനോഹരം. എനിക്കിതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് തോന്നുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. പറമ്പ് കാണുമ്പോൾ എനിക്ക് പറമ്പൊന്ന് മേടിച്ചുകൊള്ളാമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങൾ ചെയ്യണം. നല്ല പൈസ ഇതിന്, നല്ല പൈസ, നല്ല 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 സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്താലേ ഇതുപോലുള്ള പറമ്പ് കിട്ടും. അതിമനോഹരമായ പൂക്കളാണ്. പൂക്കൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഉണ്ടോ. നല്ല നല്ല പൂക്കളാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. ഇതെന്ത് പോകുന്ന എനിക്കറിയില്ല. അതെന്ത് മുല്ലയാണ് തോന്നുന്നു, ചെറിയ മുല്ല, അറിയില്ലെന്ന് തോന്നുന്നു. അതിമനോഹരമായ ചെടി, ചെമ്പരത്തി നിൽക്കുന്നത് കണ്ടോ? ചെമ്പരത്തി കാണുന്നില്ലേ ഗൈസ്? ചെമ്പരത്തി നിൽക്കുന്നത് കാണുന്നില്ലേ? ചെമ്പരത്തി നിൽക്കുന്നത് കാണുന്നില്ലേ? വിരിയാൻ പോകുന്നു, മുട്ടിട്ട് വിരിയാൻ പോകുന്നു ഉണ്ടോ? ചെമ്പരത്തിയാണത്. അതിമനോഹര മുല്ല ചില ഭാഗത്ത് മുട്ടിട്ട് ഇങ്ങനെ വിരിയാൻ പോവാണ്. അതാണ് മുല്ല. എന്തൊരു ചെടിയാണിത് എന്നറിയില്ല. ഇതതി മനോഹരമായ മറ്റൊരു പൂവാണ് ഗൈസ്. എല്ലാ പൂവിൻ്റെ പേരൊക്കെ മാറുന്നുണ്ട്. ഇരിക്കുന്ന കാരണം പൂവിൻ്റെ പേരൊക്കെ മാറുന്നു. ചില പൂവ് കാണുമ്പോൾ ചില പൂ കാണുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി. ഇതാണ് ഉണ്ണിമിശിഹ കപ്പേള.
ചെറിയൊരു കപ്പേടയാണ്. ചെറിയ പൂക്കൾ ഉള്ള ഒരു ചെടി. ഇത് രാഷ്ട്രീയമായ ആൾക്കാരുടെ പോസ്റ്റുകളാണ്. ഒരുപാട് പരസ്യം ഇതൊരു ഹാഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാം. അതിമനോഹരമായ ഗ്രാസുകളാണ് എൻ്റെ വീട് എത്താറാൻ പോകുന്ന വഴി ചുറ്റും നല്ലൊരു ഗ്രാസാണ്. ഈ ഗ്രാസ് ഒരുപാട് ഈ ഗ്രാസ് നല്ല ഉപഹാരമുണ്ട്. ഇത് ഒരുപാട് പേപ്പർ ഒക്കെ ഉണ്ടാക്കാം. ഈ ഗ്രാസ് വെച്ചിട്ടാണ് ഒരുപാട് പേപ്പറും ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ഗ്രാഫിന് എന്ത് ചെയ്യും, പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിന് നല്ല രീതിയിൽ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇത് ടെമ്പറേച്ചറിലേക്ക് നല്ല രീതിയിൽ ശേഖരിച്ച് വെച്ചിട്ട് അതിനെ നല്ലോണം എന്ത് ചെയ്യും, ചൂടാക്കും. അങ്ങനെ നല്ല രീതിയിൽ ചൂടാക്കുമ്പോൾ മണിക്കൂറോളം സമയമെടുത്തിട്ട് ഒരുപാട് പ്രൊസീജിയറിൽ എന്തായി കിട്ടും, നല്ലൊരു കടലാസ് വരെ ഈ ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ പുല്ല് നിങ്ങൾ വെറുതെ ഉപേക്ഷിക്കരുത്. ഈ പുല്ലുകൊണ്ട് നമുക്ക് എന്ത് ഉപഹാരം കിട്ടും, ഒരു കടലാസ് വരെ ഉണ്ടാക്കാം. പുല്ലുകൊണ്ട് കടലാസ് വരെ ഉണ്ടാക്കാം. മാത്രം പുല്ലാണ് ഗ്രാസ് വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ആഫ്രിക്കക്കാർക്ക് വരെ പുല്ല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിറച്ച് പുല്ലോടാ ഒരു പേപ്പർ വരെ ഉണ്ടാക്കാം. അതാണ് നിറച്ച് പുല്ല്. കേസ് ഞങ്ങളെ വഴി കണ്ടില്ലേ കേസ്, ആകെ താഴത്തെ കൂടിയിട്ട് കളിക്കുക. ടാറ് ഇതുവരെ ചെയ്തിട്ടില്ല. ടാറിങ് ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുള്ളൂ, പിന്നെ ചെയ്തിട്ടില്ല. അപേക്ഷ കൊടുത്തിട്ട് പോലും എന്ത് ചെയ്തില്ല. ഇതാണ് എൻ്റെ വീട്. ഈ വീട് എങ്ങനെയുണ്ട് ഗേസ്? അതിമനോഹരമായ വീടല്ലേ ഗേസ്? ഇതുപോലെ നിങ്ങൾക്ക് വലിയൊരു ഗേറ്റ് ഉണ്ടോ ഗേസ്? ഈ ഗേറ്റ് നിങ്ങളുടെ വീട്ടിൽ ഗേറ്റൊക്കെ വെക്കണം കേട്ടോ. കാരണം പട്ടികളൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഗേറ്റ് വെക്കണം. അല്ലെങ്കിൽ പട്ടികളെ വന്ന് കുട്ടികളെ ആക്രമിക്കും. പിന്നെ അവർ അവിടെ കിടന്ന് വൃത്തികേടാക്കും. അപ്പോൾ എന്ത് ചെയ്യണം, പട്ടികളും കടക്കാതിരിക്കാനായിട്ട് ഗേറ്റ് വെക്കണം. പട്ടികൾ മാത്രമല്ല ഗേസ് വേറെ കള്ളന്മാരൊക്കെ വീടിൻ്റെ അകത്തേക്ക് കടക്കാതിരിക്കണമെങ്കിൽ ഗേറ്റ് വെക്കണം. ഗേറ്റ് നമുക്കൊരു സുരക്ഷ ആണ് ഗേറ്റ്.
വെയിറ്റ് വയ്ക്കുക. നിർത്താണ് ഗെയ്സ്.